കൊച്ചി മെട്രോ പദ്ധതി നിർണായക ഘട്ടത്തിലേക്ക്. നിർമ്മാണം പൂർത്തിയായ കൊച്ചി മെട്രോയുടെ കോച്ചുകൾ നാളെ KMRL ഏറ്റുവാങ്ങും. 12-ാം തീയതി കൊച്ചിയിലെത്തുന്ന കോച്ചുകളുടെ വിശദ പരിശോധന 23-ന് നടക്കും. മെട്രോയുടെ ആദ്യ പരീക്ഷണ ഓട്ടം മുട്ടം മുതൽ കളമശ്ശേരി വരെ ഫെബ്രുവരി അവസാനത്തോടെ നടക്കുമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ റിപ്പോർട്ടറോട് പറഞ്ഞു. കൂറ്റൻ ട്രെയിലറുകളിലെത്തുന്ന മെട്രോ കോച്ചുകൾ സ്റ്റേബിളിംഗ് യാർഡിൽ എത്തിച്ചതിനു ശേഷം ഒന്നിച്ചെടുക്കാനുള്ള നടപടികളാണ് മുട്ടത്ത് ആദ്യം ആരംഭിക്കുക. ദില്ലിയിൽ നിന്നും എത്തിച്ച ബാറ്ററി ഓപ്പറേറ്റഡ് എഞ്ചിൻ ഉപയോഗിച്ചാണ് കോച്ചുകൾ സ്റ്റേബിളിംഗ് യാർഡിലേക്ക് കൊണ്ടുപോകുക. 300 മീറ്റർ നീളമുള്ള സ്റ്റേബിളിംഗ് യാർഡിലെ പിറ്റുകളിൽ നടത്തിയിടുന്ന ട്രെയിനുകളുടെ മുകൾ ഭാഗവും കീഴ്ഭാഗവും പരിശോധിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. മെട്രോ കോച്ചുകളുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പരിശോധന ഈ മാസം 23-ന് മെട്രോ യാർഡിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും റെയിൽവേ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെയും സാന്നിധ്യത്തിൽ നടക്കും. 1.5 കിലോമീറ്റർ നീളത്തിൽ മുട്ടം യാർഡിൽ തയ്യാറാക്കിയിരിക്കുന്ന ട്രാക്കിലൂടെയാണ് പ്രാരംഭ പരിശോധനാ ഓട്ടം നടക്കുക. തേർഡ് റെയിൽ സംവിധാനമുള്ള ഈ ട്രാക്കിലൂടെ എല്ലാ ദിവസവും ഓടിച്ചതിനു ശേഷമാണ് മെട്രോ സർവീസിനായി കോച്ചുകൾ വയഡക്റ്റിലേക്ക് പ്രവേശിക്കുക. കളമശ്ശേരി സബ്സ്റ്റേഷനിൽ നിന്നും മുട്ടം യാർഡിലെ സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന 110 kV വൈദ്യുതിയെ പല ഘട്ടങ്ങളിലായി 780 വോൾട്ട് AC ആയും പിന്നീട് 780 വോൾട്ട് DC ആയും മാറ്റിയാണ് തേർഡ് റെയിലിന്റെ പ്രവർത്തനത്തിന് വൈദ്യുതി നൽകുന്നത്. എന്നാൽ കൊച്ചി മെട്രോ ട്രെയിനിന്റെ ആദ്യ പരീക്ഷണ ഓട്ടം ഫെബ്രുവരി അവസാനം നടക്കുമെന്ന് E. ശ്രീധരൻ അറിയിച്ചു. മുട്ടം മുതൽ ഇടപ്പള്ളി വരെയാവും ആദ്യഘട്ടത്തിൽ ട്രെയിൻ ഓടുക. ഈ വർഷം സെപ്റ്റംബറോടെ ആലുവ മുതൽ മഹാരാജാസ് കോളേജ് വരെ പരീക്ഷണ ഓട്ടം നടത്തുവാൻ കഴിയുമെന്നും E. ശ്രീധരൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തേർഡ് റെയിൽ സൗകര്യത്തോടെ 1.5 കിലോമീറ്റർ നീളത്തിൽ പരീക്ഷണ ട്രാക്ക് ഒരുക്കി സ്റ്റേബിളിംഗ് ഷെഡും പൂർത്തിയാക്കി DMRC ഒരുങ്ങിയിരിക്കുകയാണ് കൊച്ചിയിലെത്തുന്ന മെട്രോ കോച്ചുകളെ സ്വീകരിക്കാൻ. ഈ വാഹനത്തിലാവും ആദ്യഘട്ടത്തിൽ കൊച്ചി മെട്രോയുടെ കോച്ചുകൾ സ്റ്റേബിളിംഗ് ഷെഡിലേക്ക് എത്തുക. ക്യാമറാമാൻ KS ശ്യാമിനൊപ്പം അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.